അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വർഷം 953. ഇത് ഭൂമിയാണ് എന്ന ശീർഷകത്തിൽ ഒരു നാടകം പുറത്തിറങ്ങുകയാണ്. ഇസ്ലാമിൻ്റെ സുന്ദരമായ പ്രബലമായ പല ആശയാനുഷ്ഠാനങ്ങളെയും അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും ഒരു ഗാനം, മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ എഴുതിയ ഒരു ഗാനം സമുദായത്തിനിടയിൽ വളരെ വലിയ ചർച്ചാ വിഷയമായി. എന്നാൽ ഈ വരികളിൽ അടങ്ങിയ വിവാദങ്ങൾക്കെതിരെ അക്കമിട്ട മറുപടികളുമായി ഒരാൾ രംഗത്ത് വന്നു. ബഹുമാനപ്പെട്ട കടായിക്കൽ നലവർ മൊയ്തീൻ കുട്ടി ഹാജി. വിശ്വാസി മനതലങ്ങളെ അങ്ങേയറ്റം ചാഞ്ചല്യപ്പെടുത്തുന്ന ഈ വരികൾ എഴുതിയ കേവലം മുസ്ലിം നാമധാരിയായ എന്നാൽ നിരീശ്വരവാദം വെച്ച് പുലർത്തിയിരുന്ന ആ വ്യക്തിയെ ഷെയ്ത്താനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പരുഷമായ ഭാഷയിലും അങ്ങേയറ്റം ആക്ഷേപഹാസ്യ രൂപേണയും മഹാനവറുകൾ എഴുതിയ വർത്തമാനകാലത്ത് വളരെയധികം പ്രസക്തമായ ആ വരികൾ നമുക്ക് കേട്ടു നോക്കാം. മലിക്കുൽ മുലൂക്കിനെ കാണാനേ മഹിഷറ വിട്ട് കടക്കേണേ, വലിയൊരു പാലം കടക്കണമെന്നത് മരിച്ചോർക്കല്ലട ശൈത്വാനേ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുന്നുണ്ടെങ്കിൽ നീ പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമില്ല. അതിന് ആദ്യം മഹ്ശറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണം. അതിനുശേഷം സിറാത്ത് പാലം എന്ന അതിലും വലിയ കടമ്പമുണ്ട്. അതൊക്കെ കടന്നു ചെന്നാലും ഇതൊക്കെ മരിച്ചോർക്ക് പറഞ്ഞ കാര്യമില്ലേ? ഇതിനെ ഇവിടെ നിന്ന് നിഷേധിച്ചിട്ട് എന്താണ് കാര്യം ഷെയ്ത്താനെ എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. തുടരുന്നു. മനസ്സിനു വേണ്ട ഹയാത്തിന് മരുന്നുണ്ട് മക്കത്ത് വിൽക്കുന്നു. മനസ്സിന് വേണ്ട ഹയാത്ത് അഥവാ ആത്മീയമായ സംസ്കരണത്തെക്കുറിച്ചാണ് ഹാജി പറയുന്നത്. ആ ആത്മീയ സംസ്കരണത്തിനുള്ള മരുന്ന് അത് മക്കത്താണുള്ളത്. അതായത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമും ഖുർആനും മറ്റു അനുബന്ധങ്ങളുമാണ് ആ മരുന്ന് എന്ന് ഹാജി പറഞ്ഞു വെക്കുന്നു. മനസ്സിനു വേണ്ട ഹയാത്തിന് മരുന്നുണ്ട് മക്കത്ത് വിൽക്കുന്നു. മണത്തറിഞ്ഞി മലബാറിലും വന്നത് വാങ്ങിക്കുമെല്ലനെ ശൈത്വാനേ, വാങ്ങിക്കുമെല്ലനെ ശൈത്വാനേ. അങ്ങനെ ലോകമൊട്ടാകെ ആ ദീനുൽ ഇസ്ലാം പടർന്ന് പന്തലിച്ചപ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങ് മലബാറിലും എത്തിയിട്ടുണ്ടല്ലോ. അത് ചെന്ന് വാങ്ങിക്കോ അഥവാ അത് ചെന്ന് പഠിച്ച് മനസ്സിലാക്കിക്കോ ശൈത്താനെ എന്ന് മഹാനവറുകൾ ഉപദേശിക്കുകയാണ്. തലമറന്നെണ്ണ നീ തേക്കല്ല, തലച്ചോറ് പൊട്ടിച്ച് ചോർത്തല്ല. നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രയോഗം തന്നെയാണ് തലമറന്നെണ്ണ തേക്കുക. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാതെ എടുത്തു ചാടുക. അങ്ങനെ ചെയ്താൽ തലച്ചോറ് അഥവാ നിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടല്ലോ അത് പാഴായി പോകും, അത് ചോർന്നൊലിച്ചു പോകുമെന്ന് ഹാജി മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. തലമറന്നെണ്ണ നീ തേക്കല്ല, തലച്ചോറ് പൊട്ടിച്ച് ചോർത്തല്ല. തലമുറ തച്ച് പൊളിച്ച ബജാറില് താത്തി വിൽക്കുന്നു ശൈത്വാനേ, താത്തി വിൽക്കുന്നു ശൈത്വാനേ. അങ്ങനെ തലമുറയായി കൊണ്ടുവന്ന പൂർവികന്മാർ കൊണ്ടുവന്ന ഈ ദീനുൽ ഇസ്ലാം എന്ന പച്ച കോമേത കണ്ടല്ലോ, അത് നീ ബജാർ എന്ന് പറയുന്നത് അങ്ങാടി അഥവാ പൊതുസമൂഹത്തിൽ നീ താത്തി അതിനെ വികൃതമാക്കി മോശമാക്കി വില കുറച്ച് കച്ചവടം ചെയ്യേണ്ട, അവതരിപ്പിക്കേണ്ട ശൈത്താനെ എന്ന് മഹാനവറുകൾ താക്കീത് കൊടുക്കുകയാണ്. അക്കാലത്ത് ഈ പാട്ടുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ലായിരുന്നു. മറിച്ച് ഒരുപാട് നിരീശ്വരവാദികളെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ ഈ ഗാനത്തിന് സാധിച്ചു എന്ന് ചരിത്രം. കേവലം ഒരു ഗാനരചയിതാവ് മാത്രമായിരുന്നില്ല മഹാനായ ഹാജി അവർകൾ, മറിച്ച് അള്ളാഹുവിൻ്റെ ആരിഫും ഹഖായിഖിൻ്റെയും തൗഹീദിൻ്റെയും ഉത്സാരങ്ങൾ കൊണ്ട് വലിയ കാവ്യങ്ങളും വിരുദ്ധങ്ങളും രചിച്ചിരുന്ന മഹാമനുഷ്യയായിരുന്നു. അതിനുദാഹരണമായ ഒരു സംഭവം കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യ സമര കാലത്ത് അധിനിവേശ ശക്തികൾക്കെതിരെ പ്രതികരിച്ചതിനു വേണ്ടി മഹാനവറുകളെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ കുടുക്കി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. അങ്ങനെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി തൂക്കുകയറിന്റെ മുന്നിൽ എത്തിച്ച മഹാനവറുകളോട് അവസാനമായി വല്ല അഭിലാഷവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്കൊരു പാട്ട് പാടണമെന്ന് പറയുകയും അങ്ങനെ ആ തൂക്കുകയറിന്റെ മുന്നിൽ വെച്ച് 313 മുർസലിങ്ങളെ തപസ്സുലാക്കിക്കൊണ്ട് ആത്മീയോജ്ജലമായി മഹാനവറുകൾ പാടിയ വരികൾ കേൾക്കാം. ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമക്കിരികിടരാകിയ 313 മുറുസലീങ്ങളെ, 313 മുറുസലീങ്ങളെ. ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കള മുഖിയുദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിച്ചിടു സങ്കിടമുക്കെ നിവർത്തി മാങ്കളെ. 313 മുറുസലീങ്ങളെ, 313 മുറുസലീങ്ങളെ. സ്വർഗീയ ആരാമങ്ങളിൽ
ഭൂമിയിൽ കഴിയുന്ന അമ്പ്യാക്കളുടെ കൂട്ടത്തിൽ കിരീടരാഗിയ അഥവാ കിരീടം ചൂടിയവരായ 313 മുർസലീങ്ങളെ വിളിച്ച് മഹാനവറുകൾ ആരംഭിക്കുകയാണ്. എന്തിനാണ് അവരോട് തവസ്സുൽ ചേരുന്നത്? ശിക്ഷയിൽ അകപ്പെട്ട് ജയിലിൽ കടക്കുന്ന ഉങ്കൾ മൊഹിയുദ്ദീൻ അഥവാ നിരപരാധിയായ നിങ്ങളുടെ മൊഹിയുദ്ദീൻ പറയുന്ന ഈ സങ്കടം, ഞാൻ ഈ സങ്കടങ്ങൾ അറിയിക്കുകയാണ് മാങ്കളെ, ബഹുമാന്യരായ മുർസലീങ്ങളെ എന്ന് മഹാനവറുകൾ തേടുകയാണ്. മുന്നിലെയാ അബുൽ ബശറാകിയ എന്നുടെ ആദം ബാവേ. ആദ്യമായി സർവ്വ മുർസലീങ്ങളുടെയും എന്നല്ല സർവ്വ മനുഷ്യരുടെയും തന്നെ ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാമിനെ വിളിക്കുന്നു. മുച്ചുടെ സീറും മുൽ ബശറായന കച്ചിയ മിന്തരുൾ ഹവ്വാവേ. മുച്ചുടെ സീർ അഥവാ മുഴുവൻ ശിരസ്സുകളും, അതായത് മനുഷ്യകുലത്തിന്റെ മൊത്തം മാതാവായ ഹവ്വ ഉമ്മയുടെ പേരിലും. മുന്നിലെയാ അബുൽ ബശറാകിയ മുന്നുടെ ആദം ബാവേ. മുച്ചുടെ സീറും മുൽ ബശറായന കച്ചിയ മിന്തരുൾ ഹവ്വാവേ. തന്നി സ്വലാത്ത് കൊടുത്തു വിവാഹമേ ജന്നാത്തിന് മുടിത്തീവേ. കന്നി സ്വലാത്ത് കൊടുത്ത് വിവാഹമേ ജന്നാത്തിന് മുടിത്തീവേ. തങ്കമഴയറ ഫാത്തിമിൽ കൊണ്ട് മുഖം കൊടുന്തത്തിൽ ദുനിയാവേ. 313 മുറുസലീങ്ങളെ, 313 മുറുസലീങ്ങളെ. അങ്ങനെ സ്വർഗീയ ലോകത്ത് വെച്ച് സ്വലാത്ത് മഹറായി നൽകി ആദം ഹവ്വ ദമ്പതിമാരുടെ വിവാഹം കഴിയുകയും ശേഷം ഭൂമിയിലേക്ക് ഇറക്കി ആ ഒടുക്കം അറഫയിൽ വെച്ച് സംഗമിച്ച് ആ സന്താന പരമ്പരയിൽ ഉണ്ടായ മുഴുവൻ മുർസലിങ്ങളെയും തവസുലാക്കിക്കൊണ്ട് മഹാനവർകൾ ആ ഗാനം ആലപിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഉത്തരവിട്ട ജഡ്ജി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അരമനയിൽ സുഖനിദ്രയിലായിരുന്നു. പെട്ടെന്നൊരു അശരീരിയും ഒരു ചാട്ടവാർ കൊണ്ടൊരു അടിയും അവർക്ക് അനുഭവപ്പെട്ടു. വിടടാ മൊഹീദ്ദീനെ എന്നൊരു അലർച്ചയും. ഇത് കണ്ട് ഭയവിഹുലനായ ആ വ്യക്തി മഹാനവറുകളെ വധിക്കാനുള്ള നടപടി റദ്ദ് ചെയ്ത് മഹാനവറുകളെ വെറുതെ വിട്ടയച്ചു എന്നുള്ളതാണ് ചരിത്രം. ആ മഹാനവറുകളുടെ തിരുനോട്ടം നമ്മിലുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.